ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ അത് പ്രിപ്പയർ ചെയ്ത് പകുതിയാകുന്ന സമയത്ത്, ലാസ്റ്റ് ആകുന്ന സമയത്തൊക്കെ എല്ലാവർക്കും വരുന്ന ഈ ഡ്രൈവർ റിലേറ്റഡ് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ ഏതൊക്കെ സെക്ഷൻസ് പഠിച്ചു, ഇനി ഏതൊക്കെ സെക്ഷൻസ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അധികം കൂടുതൽ എൻക്വയറി വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലി ഞങ്ങൾ സാധാരണ സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഓരോ സെക്ഷനും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ്, ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ 30 മാർക്കിൽ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസും ഉണ്ട് അല്ലേ. ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ തന്നെ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ്, ഡ്രൈവിംഗിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിലബസിൽ അറേഞ്ച് ചെയ്ത രീതിയിലല്ലാതെ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ എന്തെല്ലാം പഠിക്കണം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ എന്തെല്ലാം പഠിക്കണം, ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്, അതോടൊപ്പം തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബിഗിനർക്ക് ഈ വീഡിയോ സഹായിക്കുക. ഇനി നിങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന്റെ പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ റിവിഷൻ റൗണ്ടിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ സെക്ഷനിൽ ഉള്ളത്, ഇനി ഇതിൽ ഞാൻ പറയുന്ന സെക്ഷനിൽ ഏതെങ്കിലും എണ്ണം പഠിക്കാതെ വിട്ടുപോയതുണ്ടോ അല്ലെങ്കിൽ മറന്നു പോയതുണ്ടോ എന്നുള്ള കാര്യം കൂടിയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ കൂടി സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ റൂളുകൾ, ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് തന്നെയാണ് അല്ലേ. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾ നമ്മൾ സിലബസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, 5 മാർക്കിന്റെ 6 പാർട്ടായിട്ടാണ് ഡ്രൈവിംഗിന്റെ ടോപ്പിക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറയുമ്പോൾ, ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് അതിൽ CMVR-ഉം KMVR-ഉം MV ആക്റ്റും എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ മൊഡ്യൂൾ എത്തുമ്പോഴത്തേന് ഡ്രൈവിംഗ് റെഗുലേഷൻസും അതോടൊപ്പം തന്നെ പെർമിറ്റ്, ടാക്സ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിറ്റ്നസ് ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തെ 4ാമത്തെ ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് സെക്ഷൻസും ലോസും അതോടൊപ്പം തന്നെ പെനാൽറ്റി ഒഫൻസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കുറച്ച് സെക്ഷൻസ് നമ്മുടെ സിലബസ് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ 3 മുതൽ 23 വരെയുള്ള സെക്ഷൻസിലാണ്. അതിൽ ചില സെക്ഷൻസും ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണ്. ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണ്. അതായത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സ്, നമ്മളൊരു വാഹനത്തിന്റെ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടില്ല, ആ ലൈസൻസ് എടുക്കുന്ന ഒരാള്, ഒരു വാഹനം ഓടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാള് അറിഞ്ഞിരിക്കേണ്ട സെക്ഷൻസും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഭാഗത്ത് പറയുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ചാപ്റ്റർ 2-ലാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറെ അധികം സെക്ഷൻസ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഈ ഒരു കാര്യമാണ് വരുന്നത്. ഇനി ഇത് തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലാവുമ്പോഴും ഇതേ സെക്ഷൻസ്, ലിങ്ക് ചെയ്യുന്ന സെക്ഷൻസ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ വരുമ്പോഴും ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. അപ്പൊ ഇതിൽ ഈ സെക്ഷൻസ് ഒന്ന് നോക്കാം. മൂന്നാമത്തെ സെക്ഷന് 3, 4, 5, 6, 10, 14, 15, 18, 20, 21, 23 ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരിക. നമ്മൾ ഇത്രയും സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തായാലും 1 മാർക്ക് നമുക്ക് മേടിക്കാൻ കഴിയും. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഈ സെക്ഷൻസിന് 1 മാർക്ക് എന്തായാലും മേടിക്കാൻ കഴിയും. അതിൽ ഈ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ്. ഞാൻ 1-2 പറയാം, എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നില്ല. നമ്മൾ ഓൾറെഡി ഇതെല്ലാം തന്നെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സെക്ഷൻസും ആ സെക്ഷന് കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്ഷൻസ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 3ാമത്തെ സെക്ഷൻ എന്തായിരുന്നു, ഒരു വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതാണ് 3ാമത്തെ സെക്ഷന്, അത്രയുള്ള പഠിക്കാൻ. 4ാമത്തെ സെക്ഷൻ എന്തായിരുന്നു, ഏജ് ലിമിറ്റ് ആണ് അല്ലെ. ഒരു 18 വയസ്സായ ഒരാൾക്ക് മാത്രമേ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, 50 cc അല്ലെ, 50 cc താഴെയുള്ള വാഹനമാണെങ്കിൽ 16 വയസ്സുള്ള ഒരാൾക്കും ഓടിക്കാം അല്ലെ, അതിലുള്ള ലൈസൻസ് എടുക്കുന്നതിന് ഓടിക്കാം.
അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അഞ്ചാമത്തെ സെക്ഷൻ എന്താണ്? മൂന്നാമത്തെയും നാലാമത്തെയും സെക്ഷന് അല്ലെ അഞ്ചാമത്തെ സെക്ഷനിൽ വരുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്താണ് വരുന്നത്. ഏജ് ലിമിറ്റ് കഴിഞ്ഞു, സെക്ഷൻസ്. ഈ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ രണ്ട് സെക്ഷൻസ് നമ്മൾ പാലിച്ചില്ല, അതായത് ഏജ് ലിമിറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, അത് രണ്ടും പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അടുത്ത് പറയുന്നത്. ഇതിൽ 10ാമത്തെ സെക്ഷൻ എന്താണ്? ഒരു ലൈസൻസിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ലൈസൻസിൽ ഉണ്ടായിരിക്കുക, ലൈസൻസിന്റെ രൂപം എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ലൈസൻസ് ഉണ്ടായിരിക്കുക, ലൈസൻസിന്റെ പിന്നിൽ നമ്മളുടെ ക്ലാസ്സുകൾ രേഖപ്പെടുത്തിയിരിക്കും, അതുമായി ബന്ധപ്പെട്ട അതിന്റെ എത്രയാണ് വാലിഡിറ്റി എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലെ. ദെൻ 15 എന്താണ്? 15 എന്താണ്? അത് റിന്യൂവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 18 എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് വാഹനങ്ങൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 20 എന്താണ്? കോടതിയുടെ റൂൾ അല്ലെ, കോടതിക്ക് ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി ഫസ്റ്റ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണ്. പിന്നെ നമ്മൾ എല്ലാവരും ലൈസൻസ് എടുത്ത ആളുകളാണ്, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗം പഠിക്കുന്ന സമയത്തും കുറെ കാര്യങ്ങൾ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേറൊരു റോക്കറ്റ് സയൻസ് പോലെ പഠിക്കേണ്ട ഒരു സംഭവം എന്നല്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന, നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്നപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് ഇനി വീണ്ടും വരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒഫൻസസിന്റെ സെക്ഷൻസ് ആണ്. ഇത് നമ്മളുടെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് ആ കുറ്റകൃത്യം എന്താണെന്നുള്ളത് വേണമെങ്കിലും ചോദിക്കാം, കുറ്റകൃത്യത്തിന് വരുന്ന ഫൈൻ എത്രയാണ് എന്നുള്ള രീതിയിലും ചോദിക്കാം. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചധികം വലിയൊരു ഭാഗം തന്നെയാണ്. ഈ 112 മുതൽ 115 വരെ എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക, ഫസ്റ്റത്തെ ഒരു സെറ്റായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് നമുക്കൊരു മാർക്ക് ഉണ്ടായിരിക്കും. 130 മുതൽ 134 വരെ അല്ലെങ്കിൽ മാർക്ക് ഉണ്ടായിരിക്കും അല്ലെ, 1-2 മാർക്ക് ഉണ്ടായിരിക്കും. കാരണം അങ്ങനെയാണ് ഇവിടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് നോക്കണ്ട. നിങ്ങൾ 112, 113, 114, 115 5 സെക്ഷനേ അവിടെ ഉള്ളൂ. 112 എന്തായിരുന്നു? സ്പീഡ് ലിമിറ്റ് ആണ് അല്ലെ. ഒരു വാഹനം ഒരു ഹൈവേയിലൂടെ പോകേണ്ട സ്പീഡ് ലിമിറ്റ് എത്ര, അല്ലെങ്കിൽ ഒരു ഹെവി വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റ് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 112 വരുന്നത്. 113 എന്താണ്? ചില വാഹനങ്ങൾ ചില സ്ഥലങ്ങളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പോ ന്യൂമാറ്റിക് ടയറുകൾ അല്ലാത്ത വാഹനങ്ങൾ കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയത്, അപ്പൊ 113 വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 114 വെയിറ്റ് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ തൂക്കി നോക്കാനുള്ള അധികാരം, ഓവർ വെയിറ്റിൽ വാഹനം ഓടിക്കാൻ പാടില്ലാത്ത 113 പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് പറയുന്നത്. 130 മുതൽ 134 വരെ എന്താ പറയുന്നത്? 130, 114 ഡ്രൈവർക്ക് ചില സമയങ്ങളിൽ സർട്ടൻ കേസസിൽ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഡ്രൈവർ വാഹനം ചില സമയങ്ങളിൽ വാഹനം നിർത്തണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുന്നിലൂടെ ഒരു ജാഥ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു മൃഗങ്ങളുടെ കൂട്ടം റോഡിലെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഡ്രൈവർ നിർബന്ധമായിട്ട് വാഹനം നിർത്തി കൊടുക്കണം, അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ വാഹനം നിർത്തി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് 130 മുതൽ 134 വരെ പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 134A എന്ന് പറയുന്നത് അല്ലെ. ഒരു നല്ല സമരിയാക്കാരൻ എന്താണ്, അയാൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് 134 പറയുന്നത്. 134 ഇവിടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ 134 പഠിച്ചത് കൊണ്ട് കൂടെ തന്നെ 134A പഠിക്കുക. കാരണം നമുക്കത് വേറൊരു സ്ഥലത്ത് ആവശ്യമുണ്ട്, പക്ഷെ ഇവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകുക. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടതുമായിട്ടുള്ള സെക്ഷനാണ് ഈ 177 മുതൽ 201 വരുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ ജനറൽ ആയിട്ടുള്ള എല്ലാ ഒഫൻസസും, എല്ലാ കുറ്റകൃത്യങ്ങളും, അതുമായി വന്നിട്ടുള്ള പെനാൾട്ടികളും, അതിന്റെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത് എവിടെയാണ്? ഈ ഒരു 177 മുതൽ 201 വരെയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം സ്ട്രെസ് ചെയ്ത് പഠിക്കുക, നല്ല സമയം എടുത്ത് പഠിക്കുക. കാരണം ഇത് അത്യാവശ്യം കുറച്ചധികം സെക്ഷൻസ് പഠിക്കുക. ഇപ്പൊ 177 മുതൽ 201 കാരണം നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലെ. ഒരു 22 സെക്ഷനോളം ഇവിടെ വരുന്നുണ്ട്, ഡയറക്ട്ലി സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതിന്റെ സബ് സെക്ഷൻസ് വരുന്നുണ്ട്, പുതിയതായിട്ട് ആഡ് ചെയ്ത സെക്ഷൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും ABC എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷന്റെ കൂടെ നമ്പർ കാണാൻ പറ്റും. ഇതാ 134A പുതിയതായിട്ട് ആഡ് ചെയ്ത സെക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ ഇതിന്റെ അകത്ത് അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയാണ്, സ്ട്രെസ് ചെയ്ത് പഠിക്കുക, സമയമെടുത്ത് പഠിക്കുക. കാരണം നമുക്ക് അവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളെ കൺഫ്യൂസിങ് ആക്കാനും ഏറ്റവും കൂടുതൽ നമുക്ക് തെറ്റുപറ്റാനും നമ്മളെ മൈനസ് മാർക്കിലോട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ലൈസൻസിങ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു ഭാഗമാണ്. ദെൻ പിന്നീട് ഒരു സെക്ഷനും പറയുന്നുണ്ട് 206ഉം 207. ഒരു വാഹനം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സീസ് ചെയ്യാനുള്ള അധികാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 206ലും 207ലും പറയുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അത് എത്തിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു 206, 207 പറയുന്നത്. ഈ സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഇവിടെയുള്ള ഫൈൻ എമൗണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക,
കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഇത് നമ്മളുടെ സിലബസിൽ പല സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരൊറ്റ തവണയായിട്ട് ഒന്നിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത് എന്ന് പറയുന്നത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലോട്ട് പോവാണ്. CMVR നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ CMVR ആണ്. ഈ CMVRൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്? CMVRലെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3, 4, 5, 9, 15, 3, 16, 17, 18, 21, 22, 26, 32 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു CMVRന്റെ ഫസ്റ്റ് റൂളുകളിൽ വരുന്നത് കേട്ടോ. CMVRന്റെ കേസിലാകുമ്പോൾ നമ്മൾ സെക്ഷൻ പറയുന്നതിന് പകരം റൂൾസ് എന്നാണ് പറയല്, നോർമലി പറയാറുള്ളത്. പല ആളുകൾക്കും അതൊരു കൺഫ്യൂഷൻ ആകാറുണ്ട് അല്ലെ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞ നമ്മൾ റൂൾ പറയും. റൂള് 3, റൂള് 4, റൂൾ 5 അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 15(3) എന്ന് പറയുന്നത് 15ാമത്തെ റൂളിൽ 1ഉം 2ഉം ഉണ്ട്. പക്ഷെ 3ാമത്തതാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയാണ്. നമ്മൾ ഒരാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോവുകയാണെങ്കിൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണം, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം വാഹനത്തിൽ കയറാൻ, നമ്മൾ 4 ഗിയറിൽ ഓടിച്ച് എങ്ങനെയൊക്കെയാണോ നമ്മൾ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈസൻസിങ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ 15(3) പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കാം. ലാസ്റ്റ് 32 ഫീസ് അടക്കം, അതായത് ഓരോ ഇതിന് വരുന്ന ഫീസ് അടക്കം നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ 32 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഫീ ഉണ്ട്. ഒരു പുതിയ ലൈസൻസ് എടുക്കാനുള്ള ഫീ, ഒരു ക്ലാസ് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഫീ, അതേപോലെ നമ്മുടെ ലൈസൻസിങ് മാത്രമല്ല ഒരു ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഫീ അടക്കണം, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ലൈസൻസിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഫീസ്, നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീസ്, ഒരു ലൈസൻസ് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ 32 വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈസി ആയിട്ട് കുറച്ച് വലിയ സെക്ഷൻസ് റൂള് പോലെയാണ്. റൂളുകൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം വലുതായിട്ടുണ്ടായിരിക്കും, എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടായിരിക്കും ആ റൂളുകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കുക. അപ്പൊ കുറച്ചധികം വലിയ റൂളുകളാണ്. പക്ഷെ നിങ്ങൾ ആ റൂളുകൾ കാണാതെ പഠിക്കാതെ ഓരോ പോയിന്റ് ആക്കിയിട്ട് ആ റൂളിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഫീസിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീസും കാര്യങ്ങളും ഒരു ഓർഡറിൽ പഠിക്കുക. തുടക്കം ചെറിയ എമൗണ്ട് ചെറുതാണ് വരുന്നത്, അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പഠിച്ചു പോകുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഹയറാർക്കി എങ്ങനെയാണ് വരുന്നത്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത്രയും എമൗണ്ട് എത്തുന്നുണ്ട്, അപ്പൊ ഇതായിരിക്കും വലിയ കാര്യങ്ങൾക്ക് വലിയ ഫീ ആണല്ലോ ഉണ്ടാകുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് അടുത്ത് CMVRൽ നമ്മൾ പഠിക്കേണ്ടത് CMVRൽ 31A എന്ന് പറയുന്ന ഭാഗത്ത് റൂൾ ഉണ്ട് അല്ലെ. അത് ഡ്രൈവിങ്ങിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടില്ല. അതായത് ഹെവി വാഹനം ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരാള് ആ വാഹനത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. വാഹനത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതിന്റെ ഓപ്പറേഷൻസ്, ഇപ്പൊ ബ്രേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, സസ്പെൻഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു വാഹനത്തിന്റെ ഫുഡ് കൺട്രോൾസ് എന്തൊക്കെയാണ്, വാഹനത്തിന്റെ ഹാൻഡ് കൺട്രോൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ ഒരു ജനറൽ ഒരു ഐഡിയ, വാഹനത്തെ കുറിച്ചുള്ള ജനറൽ ഐഡിയ. ഒരു ഹില്ലി റോഡിലൂടെ കയറുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വാഹനം ഓടിക്കണം അല്ലെ, ഒരു ചുരത്തിലൂടെ വാഹനം ഓടിക്കേണ്ട എങ്ങനെ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ഒരു ഡ്രൈവറുടെ ഒരു ഗുഡ് ക്വാളിറ്റീസ് ഓഫ് എ ഡ്രൈവർ എന്താണ്, നല്ലൊരു ഡ്രൈവറുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ 31A വരിക. ഇത് നെക്സ്റ്റ് പിന്നെ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു 168ഉം 169ഉം ഇത് നമ്മൾ എന്തായാലും പഠിക്കണം. 1 മാർക്കിന് ഈ 2 റൂളിൽ നിന്നും 2 മാർക്കിന് ഈ 2 റൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 റൂള് പഠിച്ചാൽ 2 മാർക്ക് ഉറപ്പാ. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാതെ ഇതുവരെയായിട്ട് ഒരു ഡ്രൈവർ എക്സാമുകളും ഈ പുതിയ നിയമപ്രകാരം പുതിയ സിലബസ് പ്രകാരം വന്നിട്ട് കടന്നു പോയിട്ടില്ല. അതിന്റെ കൂടെ തന്നെ 134A കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സുഖമായിരിക്കും. എന്താണ് 168 169 പറയുന്നത്? ഒരു നല്ല സമരിയാകാരൻ ആരാണ്, അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരാൾ സ്വയം ഒരു ആക്സിഡന്റിന് സാക്ഷി പറയാൻ അദ്ദേഹം സമ്മതിച്ചതെങ്കിൽ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ, അയാൾക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ 168ലും 169ലും വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഈ 168ഉം 169 എന്ന് പറയുന്നത്. കാരണം ആ റൂളിന്റെ വലിയ സെന്റൻസ് ആണ്. അപ്പൊ അവർക്ക് അത് സ്റ്റേറ്റ്മെന്റ് ആക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ റൂൾ 168 169 മറക്കണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം. പിന്നെ കുറച്ച് റൂളുകളും പറയുന്നുണ്ട്. 138 138A 138B 139 139A 167 സിഗ്നൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ CMVRലെ 117 മുതൽ 137 വരെ ഉള്ള റൂളുകൾ. ഇത് നമുക്ക്
നമ്മളുടെ സിലബസിലെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നതാണ് 130 അസാഡ് വാഹനങ്ങളെ കുറിച്ച്, അസാഡ് വാഹനങ്ങളിലുള്ള ക്ലാസ് ലേബൽസുകളെ കുറിച്ച്, അതിന്റെ എമർജൻസി ഇൻഫർമേഷൻ പാനലുകളെ കുറിച്ച്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാർക്ക് ചെയ്യണം, നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനമായി അതിവാഹനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ, സ്പാർക്ക് അറസ്റ്റർ, അതേപോലെ സ്പീഡ് ഗവർണർ, സ്പീഡ് ലിമിറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ CMVR പറയുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. ഫാസ്റ്റ് ടാഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അത് ബേസിക് ആയിട്ട് ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ റൂളുകൾ വലിയ സാധനമായിരിക്കും. പക്ഷെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും ഫാസ്റ്റ് ടാഗ് ആൻസർ വരുന്നത് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടോൾ പിരിക്കുന്ന സമ്പ്രദായം ഏതാണ്, അതായത് ഇത് ക്വസ്റ്റ്യന് അല്ലെ, എന്താണ് ഫാസ്റ്റ് ടാഗ് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഒരു വാഹനത്തിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്ന, സ്വയം സ്പീഡിനെ ഒരു ലിമിറ്റിൽ കൂടുതൽ നിയന്ത്രിക്കുന്ന ഘടകം ഏതാണ്, സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കൊടുത്തിരുന്നത്. അതിന് നേരെ തിരിച്ചും ചോദിക്കാം, ഒരു സ്പീഡ് ഗവർണറിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പൊ അങ്ങനെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ കുറിച്ച് പറഞ്ഞു, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയേണ്ട എന്തായിരിക്കും, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് അല്ലെ. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ഫസ്റ്റ് നമ്മളെ ലൈസൻസുമായി ജനറലി കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കേരളത്തിലെ ലൈസൻസിങ് അതോറിറ്റി ആരാണ് അല്ലെ, ലൈസൻസിങ് അതോറിറ്റി ആരാണ്, ഇവിടുത്തെ ലൈസൻസിങ് അതോറിറ്റിന്റെ ഹയറാർക്കി എന്തായിരിക്കും, ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്, അതായത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്, ഒരു ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്, ഒരു അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി ഉണ്ട്, അതിൽ സെൻട്രലൈസ്ഡ് സെക്ടർ ഉണ്ടായിരിക്കും, നോൺ സെൻട്രലൈസ്ഡ് സെക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു റൂളിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കേണ്ട റൂളുകൾ 4, 6, 19, 20, 28, 38, 40, 41, 44, 45, 46 ഈ ഒരു റൂളുകളൊക്കെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ച CMVRുമായിട്ട് ഓൾമോസ്റ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള റൂളായിരിക്കും. ഇപ്പൊ CMVRലെ റൂളും KMVRലെ റൂളും ഈ റൂളുകളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ ഇതിലെ റൂൾ നമ്പർ സെയിം ആയിരിക്കണം എന്നില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 20ാമത്തെ സെക്ഷൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു പറഞ്ഞത്, കോടതിക്ക് പവർ ഓഫ് ദി കോർട്ട് ടു ഡിസ്ക്വാളിഫൈ, കോടതിക്ക് ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം. ഇവിടെ വന്നിട്ട് 20 കോടതിന്റെ അധികാരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല, അത് 20 അല്ല, മാറി. അപ്പൊ അങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മാറ്റങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ 20 ഇന്നത് എന്നുള്ളത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് 20 അതാണെന്ന് വിചാരിക്കും, 20 അല്ല. അപ്പൊ KMVRൽ 20, CMVRൽ 20 എന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ കേട്ടോ. അപ്പൊ ഇതാണ്, ഇത്രേ ഉള്ളൂ. KMVRൽ വളരെ കൂടുതലൊന്നുമില്ല, ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇതിൽ ഓരോ റൂളുകളും കറക്റ്റ് നോക്കിയിട്ട് പഠിക്കുക. നേരത്തെ നമ്മൾ പഠിച്ച റൂളുമായിട്ട് തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് എന്തെങ്കിലും അഡീഷണലി കയറ്റി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ നമുക്ക് പഠിക്കുന്ന സമയത്ത്. ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് KMVR പഠിക്കാൻ പോകാതിരിക്കുന്ന നന്നാകുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മോട്ടോർ വെഹിക്കിൾ ആക്ടും CMVRും പഠിക്കുക. അതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക, KMVRലോട്ട് വരിക കേട്ടോ. കാരണം ഇത് അറിയാലോ, ചെറിയ കുറച്ച് ഭാഗ്യമുള്ളൂ, വളരെ അധികമൊന്നുമില്ല. CMVRും മോട്ടോർ വെഹിക്കിൾ ആക്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് പിന്നെ അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് അല്ലെ. മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ്, ഡ്രൈവിംഗ് റെഗുലേഷൻസ്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്. അതായത് 1 മുതൽ 40 വരെയുള്ള റൂളിൽ നമ്മളോട് 3ാമത്തെ റൂൾ മുതൽ 40ാമത്തെ റൂൾ വരെയാണ് നമ്മളോട് എക്സാമിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 3ാമത്തെ റൂൾ മുതൽ 40ാമത്തെ റൂൾ വരെ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ റൂളിനെ കുറിച്ച് പറയുന്നതാണ്. 2 എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ടായി. 2 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് അതായത് നമ്മളിപ്പോ ഈ 3 മുതൽ 40 വരെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കുറെ കണ്ടന്റുകൾ ഉണ്ടാവും. ആ കണ്ടന്റുകളൊക്കെ തന്നെ ഉൾപ്പെടുന്ന സാധനങ്ങൾ ഈ ഡെഫിനിഷൻസിലായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും റൂളിന്റെ ഉള്ളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു വാഹനം കാരേജ് വേയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നായിരിക്കും റൂൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്താണ് കാരേജ് വേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെഫിനിഷൻസിൽ കണക്കിലും കാരേജ് വേ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ആ കാരേജ് വേ എന്താണെന്ന് വെക്കുക. അപ്പോൾ ഈ ഡെഫിനിഷൻസ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്യുക, വായിച്ചു പോവുക. അത് വായിച്ചതിന് ശേഷം ഈ റൂളുകൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് കിട്ടാതാവുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഡെഫിനിഷൻസ് വന്നുകൊണ്ട് നമ്മളെ തപ്പേണ്ടി വരും. പിന്നെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പൊ നമ്മളത് അതിന്റെ കണ്ടിന്യൂറ്റി നിൽക്കുമ്പോൾ നമ്മളെ പഠിത്തത്തിന്റെ ഫ്ലോ പോകും. ഈ ഒരു റൂളുകൾ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 3 മുതൽ 40 വരെയുള്ള റൂളുകൾ വായിക്കുക, നമുക്ക് ഏകദേശം മനസ്സിലാവും. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നുകൂടി വായിക്കുക. അപ്പൊ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മ വരും. വീണ്ടും ഒരു കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും വായിക്കുക. എക്സാമിന് മുന്നേ ആയിട്ട് ഒരു 3-4 തവണ വായിക്കുക. അതിൽ ചില റൂളുകളിൽ കുറച്ച് അളവുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വാർണിംഗ് ട്രയാങ്കിൾ ഒരു വാഹനം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് മുന്നേ വെക്കണം, അതൊരു റൂളിൽ പറയുന്ന ഒരു അളവാണ്. ആ അളവ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഈ വാർണിംഗ് ട്രയാങ്കിൾ തന്നെ ഒരു ടണലിന്റെ ഉള്ളിലാണ് നമ്മളൊരു വാഹനം അപകടത്തിൽ പെടുന്നത് എങ്കിൽ ആ ടണലിന്റെ ഉള്ളിൽ എത്ര ഡിസ്റ്റൻസിൽ വെക്കണം,
ഒരു കുട്ടി ഒരു സീറ്റ് ബെൽറ്റ് എത്ര പ്രായത്തിലുള്ള കുട്ടികൾ മുതലാണ് നമ്മൾ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര പ്രായമുള്ള കുട്ടികൾ മുതലാണ് നമ്മൾ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റൂൾ വരുന്നുണ്ട്. അപ്പൊ ആ പ്രായത്തിന്റെ ഏജ് വരുന്ന സമയത്ത് 12, 14, 9, 4 മാസത്തിന് ശേഷം ഉള്ള കുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ട്. സേഫ്റ്റി ഹാർനസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പൊ ആ ഏജുകൾ പഠിക്കുക, ഈ ഡിസ്റ്റൻസുകൾ പഠിക്കുക. ഒരു ഹസാർഡ്, ഒരു സ്പെഷ്യൽ, ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു എമർജൻസി വാഹനം, ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു ഫയർ ടെൻഡർ പോലുള്ള വാഹനം, ഇങ്ങനെയുള്ള വാഹനത്തിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലൈനിന് മുന്നേ എത്ര മുന്നെയാണ് നമ്മൾ വാഹനം നിർത്തേണ്ടത്, ഇങ്ങനെയുള്ള അളവുകൾ ഇതിൽ പറയുന്നുണ്ട്. 40 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു വിടുന്ന സമയത്ത് ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇനി ഈ ഒരു 3 കാര്യങ്ങളിലെ കൂടെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് നിങ്ങൾ ഫുള്ള് പഠിച്ചതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർ എക്സാമിലെ ഏറ്റവും എല്ലാവിധ സിലബസിലും നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും, ഈ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എല്ലാ എക്സാമുകളിലെ ആ സിലബസും നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രൈവിംഗ് പാർട്ടിന്റെ സിലബസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഡ്രൈവിംഗിന്റെ ഈ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 30 മാർക്കാണ്. ആ 30 മാർക്ക് നമ്മളെ റാങ്കിനെ നല്ല രീതിയിൽ ബാധിക്കും. 30 മാർക്കിലേക്ക് കട്ട് ഓഫിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ 30 മാർക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ട് CC-യിൽ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമായിട്ട് ഒരു CC-യിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഓരോ ലോകളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ ഫുള്ളി ഓരോ ലോനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാനും ബാച്ചിന്റെ കോഴ്സിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി ഡ്രൈവർ എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വേഗം ഉടനെ പഠിച്ചു തുടങ്ങുക. ഡ്രൈവിംഗിന്റെ 30 മാർക്ക് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ റാങ്കിനെ ഏത് പൊസിഷനിൽ നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാർക്ക് തന്നെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ഡ്രൈവർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലൂടെ ആയിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.